CPM എക്കാലത്തും സ്വീകരിക്കുന്ന ഒരു നയമാണിത്. കാരണം ഞങ്ങൾക്കറിയാം 2014 RSPയുമായി കേവലമായി ചർച്ച പോലും നടത്താതെ, എന്തിനേറെ പറഞ്ഞ LDF പോലും കൂടിയാലോചിക്കാതെയാണ് ഏകപക്ഷീയമായി കൊല്ലത്ത് സ്ഥാനാർത്ഥിയെ നിർണയിച്ചതും ചുവരെഴുത്തുൾപ്പെടെയുള്ള പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതും ശ്രീ MA ബേബി സ്ഥാനാർത്ഥിയായി. അത്തരമൊരു സാഹചര്യത്തിലാണ് സത്യത്തിൽ അന്ന് LDF വിടാനുള്ള രാഷ്ട്രീയ തീരുമാനം RSP കൈക്കൊണ്ടത്. കേവലം സീറ്റ് ലഭ്യമല്ല എന്നതിനപ്പുറത്തേക്ക് മുന്നണിയിലൊരു ഘടകകക്ഷി വളരെ ന്യായയുക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്ത് വിഷയം കൺവിൻസ് ചെയ്യാനുള്ള സാമാന്യ മര്യാദ പോലും പലപ്പോഴും CPM കാണിക്കാറില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീ MV ശ്രേയംസ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള RJDക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം. ശ്രീ ശ്രേയംസ് കുമാർ മനസ്സിലാക്കേണ്ടത്, ഒന്നുകൂടി പരിശോധിക്കേണ്ടത്, ശ്രീ MP വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു അന്ന് LDFൻ്റെ യോഗം ചേർന്നപ്പോൾ ഏകപക്ഷീയമായി ജനതാദളിൻ്റെ അന്ന് ശ്രീ MP വീരേന്ദ്രകുമാർ പ്രസിഡൻ്റായിട്ടുള്ള ജനതാദളിൻ്റെ കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റ് ഏകപക്ഷീയമായിട്ടെടുത്ത് ശ്രീ മുഹമ്മദ് റിയാസിന് കൊടുക്കുകയായിരുന്നു. ആ CPMൻ്റെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനന്ന് LDF യോഗത്തിലുണ്ട്. അന്ന് ശ്രീ MP വീരേന്ദ്രകുമാർ LDF യോഗത്തിൽ നിന്ന് വാക്കൗട്ട് നടത്തി പ്രതിഷേധിച്ചിറങ്ങിപ്പോയിട്ടാണ് പിന്നീട് LDF വിട്ട് അദ്ദേഹം UDFൻ്റെ ഭാഗമായി ചേർന്നത്. സമാനഗതിയിലുള്ള സംഭവം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ശ്രീ MP വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ ഇപ്പോഴത്തെ RJD സോഷ്യലിസ്റ്റ് ആശയഗതിയെ പിൻപറ്റുന്ന ഒരു പുരോഗമന ജനാധിപത്യ വീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അവർ UDFൻ്റെ ഭാഗമായി, അതിനുശേഷം വീണ്ടും തിരിച്ച് LDFിലേക്ക് പോയി. UDFുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിലല്ല, ആ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തിൻ്റെ പേരിലാണ് സത്യത്തിൽ ശ്രീ MP വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ ജനതാദൾ വീണ്ടും LDFൻ്റെ ഭാഗമായത്. അങ്ങനെ LDFൻ്റെ ഭാഗമാകുമ്പോഴും അവർക്ക് രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു. ശ്രീ KM മാണിയുടെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് LDFിൽ ചേരുമ്പോൾ രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ RJD പഴയ ജനതാദൾ LDFിൽ ചേരുമ്പോഴും ശ്രീ MV ശ്രേയംസ് കുമാർ രാജ്യസഭാംഗമായിരുന്നു, അല്ലെങ്കിൽ ശ്രീ MP വീരേന്ദ്രകുമാർ രാജ്യസഭാംഗമായിരുന്നു. രാജ്യസഭാ സീറ്റുമായി LDFിലേക്ക് കടന്നു ചെന്ന ജോസ് കെ മാണിക്ക് ആ സീറ്റ് തുടർന്ന് നൽകാൻ തീരുമാനിക്കുകയും സമാനഗതിയിലുള്ള RJD അല്ലെങ്കിൽ ജനതാദൾ പഴയ ജനതാദൾ അത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് പല കക്ഷികളോടും കാണിക്കുന്നത് പല നീതിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കാൻ നിർബന്ധിതമായത് എന്നുള്ളതറിയാം. ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, മധ്യ തിരുവിതാംകൂറിൽ ഒരു പ്രത്യേക സമൂഹത്തെ അവരുടെ പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് തങ്ങളോടൊപ്പം വേണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കനത്ത അവഗണനയാണ് RJDയോട് CPM നേതൃത്വം കാണിച്ചിട്ടുള്ളത്. വളരെ നിഷേധാത്മകമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ പോലും ഞങ്ങൾക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് ജനതാദളിന് മുമ്പുണ്ടായത്. അതിപ്പോഴും ആവർത്തിക്കപ്പെടുന്നു, ചരിത്രം ആവർത്തിക്കുന്നു. ഈ കാര്യത്തിൽ ശ്രീ MV ശ്രേയംസ് കുമാർ ഇപ്പോഴെങ്കിലും പ്രതിഷേധിക്കാൻ തയ്യാറായത് നന്നായി. ഇനി തുടർ നടപടികൾ എന്താണ് എന്നത് കണ്ടറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ കഴിയൂ.